എഡിറ്റ് എങ്ങനെയാണ് ചെയ്യാൻ നോക്കിയാലോ. ഓക്കെ, ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അറിയോ? ക്ലിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗവും ലാസ്റ്റത്തെ ഭാഗത്തും കൊണ്ടിട്ട് കീ ഫ്രെയിം ആഡ് ചെയ്യാം. എന്നിട്ട് ലാസ്റ്റത്തെ കീ ഫ്രെയിം ക്ലിപ്പ് സൂം ചെയ്യാം. പറഞ്ഞു കൊള്ളാക്കുന്നില്ല, കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഗ്രാഫ് എന്തായിട്ടുണ്ടെന്ന് അറിയോ? റീബൗണ്ട് ഇൻ ആണ് കൊടുക്കേണ്ടത്, റീബൗണ്ട് ഇൻ. സോ അതേ പ്രോസസ്സ്, കീ ഫ്രെയിമിൻ്റെ അതേ പ്രോസസ്സ് തന്നെ അടുത്ത ക്ലിപ്പിലും ചെയ്യുക. പക്ഷേ ഗ്രാഫ് മാറ്റി കൊടുക്കണം. ഗ്രാഫ് റീബൗണ്ട് ഔട്ട് ആയിരിക്കണം കൊടുക്കുന്നത്. സെയിം പ്രോസസ്സ് തന്നെ ഓൾ ക്ലിപ്സിൽ കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? മറ്റു സാധനമില്ലേ, എന്താ പേരെന്ന് എനിക്ക് ഓർമ്മയില്ല. സോ അവിടെ പോയിട്ട് നിങ്ങൾ ഈ പുൾ ഇൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു എഫക്റ്റില്ലേ, അത് ആഡ് ചെയ്യാം കേട്ടോ. ഇത് അടിപൊളിയാണ്. സോ അത് ആഡ് ചെയ്തതിന് ശേഷം എഫക്റ്റിൽ പോയിട്ട് ഷെയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എഫക്റ്റ് ഇട്ടിട്ട് നിങ്ങൾ ക്ലിപ്പിൻ്റെ ആദ്യത്തെ ഫസ്റ്റത്തെ കുറച്ച് ഭാഗത്തില്ലേ, കാണുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിക്കോട്ടോ. ഞാൻ പറയുന്നതൊന്നും മനസ്സിലാവില്ല, പക്ഷെ കാണുമ്പോൾ മനസ്സിലാവും. അത് മെയിൻ വീഡിയോ മാറ്റി ആൾ വീഡിയോയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലും കീ ഫ്രെയിം കൊടുക്കുക. ഫസ്റ്റത്തെ കീ ഫ്രെയിമിൽ സ്പീഡ് ഒരു 58ഉം ഇൻറ്റൻസിറ്റി ഒരു 65ഉം ഇട്ട് കൊടുക്കുക. ടെക്സ്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇതിൽ മുഴുവൻ കളയാം. ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളാണ് കേട്ടോ.